neethakitchenilekku എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കുന്നത് തക്കാളി സാദമാണ്. ഈ തക്കാളി സാദം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള അരി ജീരകശാലയാണ്. പൊന്നിയരി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇത് ഞാൻ 4 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകി 1 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം. അതിന് ശേഷം മാറ്റി വയ്ക്കാം. ഈ തക്കാളി സാദം ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിലാണ്. കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു കഷ്ണം കറുവപ്പട്ടയും 3 ഏലക്കായും 3 കരയാമ്പൂവും ഇടാം. അതൊന്ന് മൂക്കുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇടാം. കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് 3 വറ്റൽമുളക് പൊട്ടിച്ചിടാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇടാം. ഇനി ഈ ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും മൂക്കുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. 4 പച്ചമുളക് അരിഞ്ഞത് ഇടാം. ഇനി അതിലേക്ക് 2 സവാള അരിഞ്ഞത് ഇടാം. സവാള വാടുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഇടാം. ഇനി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല ഇടാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കായംപൊടിയും കൂടി ഇടാം. ഇനി ഇതിലേക്ക് വേണ്ടത് തക്കാളീന്. നല്ലപോലെ പഴുത്ത 4 വലിയ തക്കാളീന് എടുത്തിട്ടുള്ളത്. ഇനി ഈ തക്കാളി അരിഞ്ഞത് ഇതിലേക്ക് ഇടാം. തക്കാളി നല്ലപോലെ വെന്ത് പേസ്റ്റ് രൂപത്തിലാവണം. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പിടാം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് സമയം മൂടി വെച്ച് വേവിക്കാം. ഇപ്പോഴത് നല്ലപോലെ വെന്തുടഞ്ഞിട്ടില്ല. കുറച്ച് സമയം കൂടി മൂടി വെച്ച് വേവിക്കാം. അല്ലെങ്കിൽ ഇത് നല്ലപോലെ ഉടച്ചു കൊടുത്താലും മതി. ഇപ്പോൾ തക്കാളി നല്ലപോലെ വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇടാം. നാളികേരപ്പാലിലാണ് അരി വേവിക്കുന്നത്. ഞാൻ ഒരു നാളികേരത്തിൻ്റെ പാല് വെള്ളമൊഴിച്ച് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ആ പാലാണ് ഒഴിക്കുന്നത്. ഇതിൻ്റെ അളവ് 1 കപ്പ് അരിക്ക് 1.25 കപ്പ് നാളികേരപ്പാലാണ്. ഇനിയിപ്പോൾ തേങ്ങാപ്പാലില്ലെങ്കിൽ വെറുതെ വെള്ളത്തിൽ വേവിച്ചാലും മതി. പക്ഷെ തേങ്ങാപ്പാൽ ഒഴിക്കുന്ന ടേസ്റ്റ് കിട്ടില്ല. ഇനി ഇതിൽ ഉപ്പൊക്കെ നോക്കി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ തിളയ്ക്കുമ്പോൾ അതിലേക്ക് അരി ഇടാം. അരി എടുക്കുമ്പോൾ നല്ലപോലെ കുതിർത്തിയിട്ട് വേണം എടുക്കാനായിട്ട്. നല്ല വേവിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളരി വേവുള്ളൂ. അരി ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി മൂടി വെച്ച് വേവിക്കാം. വിസിൽ വരാറാകുമ്പോൾ അത് ഓഫ് ചെയ്യണം. ആവി പുറത്തു പോകരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിൻ്റെ ആവിയൊക്കെ പോയി കഴിയുമ്പോൾ തുറക്കാം. അപ്പം നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. കുക്കറിൽ ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. എളുപ്പം പണിയും കഴിയും. 4 കപ്പ് അരി എടുത്ത് 5 പേർക്ക് കഴിക്കാനുള്ളതുണ്ടാവും. പിന്നെ കൂടുതൽ അരി വെക്കുന്നുണ്ടെങ്കിൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം മതി. ചോറ് നല്ല പാകത്തിനുള്ള വേവായിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. പുതിന ഇഷ്ടമുള്ളവർക്ക് കുറച്ച് പുതിനയും കൂടി ഇടാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.